അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇത് കണ്ട, ഇതാണ് നമ്മളിന്ന് പോപ്പര ചിക്കൻ വെക്കാൻ പോകുന്ന സാധനം. ഞാൻ സനോജ്. അപ്പം നമ്മൾ പുകപ്പര ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പോപ്പര ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഉണക്കാമെന്ന ഒരു പുകപ്പര ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം വിറക് വെച്ച് കത്തിച്ച് ആണ് തീ ഉണ്ടാക്കുന്നത്. അതിന് ശേഷമാണ് ഇത് പുകച്ചെടുക്കുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഷീറ്റ് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിൻ്റെ അടിയിൽ വിറകിട്ട് കത്തിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുകപ്പര ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടിയിൽ ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് കവറിങ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം പുതിയ ടെക്നോളജിയാണ്, നമ്മൾ ആദ്യമായിട്ട് അഭ്യസിച്ച് നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കഴുക്കൊക്കെ അധികവും വാഴയിലക്കകത്തായിരിക്കും. അപ്പം നാടൻ ശൈലിയിൽ തന്നെ പരിപാടി. ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ കഴുകണമല്ലോ. അപ്പോൾ കഴുകലാണ് പരിപാടി. അപ്പോൾ നമ്മൾ മിഷൻപേരയുടെ അടുത്താണ്. ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇത്രയും 1/2 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾ പൊടി, പിന്നെ 1/2 മുറി നാരങ്ങ വേണം. അപ്പോൾ നമ്മൾ എണ്ണയിട്ട് കുഴയ്ക്കാൻ പോവാണ്. ഉപ്പ് വേണം കേട്ടോ, ഉപ്പില്ലെങ്കിൽ പണി പാളും. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ കുഴച്ച് സെറ്റാക്കുക. ലേശം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഉപയോഗിക്കാം. ഇനി നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഏത് കറിക്കകത്തിട്ടാലും അടിപൊളിയാണ്. അപ്പം നമ്മൾ സർവ്വസുഗന്ധിയും വാഴയിലയും കൂട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് വലിയ മരമായതുകൊണ്ട് നമുക്ക് വലിഞ്ഞു കയറാൻ പാടാടേ അണ്ണ. അങ്ങനെ ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കഴുകുകയാണ്. കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു 1.5 സാധനമാണ്. എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ചെയ്യുന്നത്. അപ്പം കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മസാല എല്ലാം ഇതിൻ്റെ ഈ വാഴയിൽ തന്നെയുണ്ട്. നമ്മൾ കഴുകിയതാണെല്ലാം. അതുകൊണ്ട് ഇതിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇടുകയാണ്. കറിവേപ്പില ഇടുന്നു. പിന്നെ അതിന് ശേഷം സർവ്വസുഗന്ധി ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമ്മൾ പൊതിയാണ്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി കയറ്റുക, 1 മണിക്കൂർ കഴിഞ്ഞാൽ തിന്നുക, അത് മാത്രമേ ഉള്ളൂ ഇനി ലക്ഷ്യം. അപ്പം നമ്മൾ നേരെ ചൂളയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. തീ കത്തിക്കാൻ പോകണം. ചകിരി ഉണ്ട്. ചകിരിക്കകത്ത് വെച്ചാൽ പെട്ടെന്ന് കത്തുക. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. പിന്നെ വിറക്, പിന്നെ കത്തിക്കാനായിട്ട് നമ്മൾ വാഴയില, ഉണക്ക വാഴയില ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കത്തിയിൽ തുടങ്ങണം. കത്തി കിട്ടണ പാടാണ്. ഇത് ഉണങ്ങിയതായതുകൊണ്ട് വേഗം കത്തി പിടിക്കുന്നുണ്ട്. അമ്മ ഇതാണ്ട തീയെന്ന് പറഞ്ഞ ആജാതി തീയ. ആയിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് നോക്കിയത് ഇതിനകത്ത് തീ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാ പോന്നെ, എന്നാ ചൂടാന്നറിയോ. ഇതിനകത്ത് ഇങ്ങനെ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പം നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻപേരയുടെ അടുത്താണ്. മിഷൻപേരയൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ മിഷൻപേരയുടെ അടുത്തായതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഷീറ്റ് അടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര നല്ല നീറ്റായിരിക്കില്ല. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് കരിയെല്ലാം നിറഞ്ഞിരിക്കുന്ന, പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം മറിച്ച് വേണേ ചിക്കൻ. ഒരു വശം ഏകദേശം 1/2 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഭാഗം തിരിക്കുകയാണ്. പാടാണ് തിരിക്കാൻ, നല്ല പാടാണ്. കണ്ടോ, ഒരു വശം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. കുറച്ച് കനൽ മുകളിലേക്ക് ഇടുന്നുണ്ട്. കനൽ മുകളിൽ ഇടുന്നുണ്ടേ. അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ തകർപ്പ്. നമ്മുടെ ചിക്കൻ ഇതാ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇങ്ങനെ എടുക്കുക, അല്ലാണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ അടുത്ത് വേറെ ടൂൾസ് ഒന്നും ഇല്ലായിരുന്നു.
അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടോ, നമ്മുടെ സംഭവം ശരിയായിട്ടുണ്ട്. ഏകദേശം എന്താ പറയുക, ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്, ഇച്ചിരി മുരിഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് വാഴയില, സർവ്വസൂന്തി, കറിവേപ്പില, ഇതുണ്ടോ എല്ലാം ഉണ്ട്. ഒരു മായവും ഇല്ല, മന്ത്രവും ഇല്ല. നമ്മൾ സത്യസന്ധമായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് മമ്മിയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. മമ്മി ഇങ്ങ് പോരെ. ഇതാണ് എൻ്റെ അമ്മ, ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. ഇതൊന്ന് എടുത്ത് കഴിച്ചു വയ്ക്കാൻ മതി. കൊള്ളാവാ? ടേസ്റ്റൊക്കെ ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ടോ? നന്നായിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ കയ്യേൽ കരിയായി, ഇതുണ്ട മുണ്ടേൽ കരിയായി, ആകെ വലിയ അലമ്പാണ്. അപ്പോൾ ഈ പോപ്പര ആയതുകൊണ്ടാണ് കേട്ടോ, ഇത് പോപ്പര കരിയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള പോപ്പര എന്താണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.